നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു ചിറ്റപ്പ. ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് കാത്തു നിൽക്കുന്ന ഒരു മേയറാണെന്ന് ഓർക്കണം. മോളെ, നിന്റെ ഈ അസഹിഷ്ണുതയും അക്ഷമയൊക്കെ ആദ്യം ഒന്ന് മാറ്റിവെക്ക്. ഇനി വരുന്ന ഏത് പിശാചായാലും അയാളെ കാലി തിരുമ്മിയാലും കാര്യം സാധിച്ചെടുക്കണം. അതിലാ നിന്റെ മിടുക്ക്. കളക്ടർ വരുന്നുണ്ട്. ഇവിടെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, അടച്ചു ഈ ചേറിപ്പോ. അയ്യോ മാഡം, ഹാർട്ടി വെൽക്കം ശാലിനി മാഡം. വെൽക്കം ബാക്ക്. ആ അതെ അതെ, വെൽക്കം ബാക്ക്. താങ്ക് യു. ഇനി അങ്ങോട്ട് പൊളിക്കണം. പൊളിക്കാനല്ലേ വന്നത്. വെൽക്കം മാഡം. താങ്ക് യു. വെൽക്കം മാഡം. താങ്ക്സ്. ജഗദീപ്, സുഖമല്ലേ? ആ, കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു മാഡം. പിന്നെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല, അതൊക്കെ ഇന്നത്തോടെ കൊണ്ട് തീരുമല്ലോ. മരണം മാസം എൻട്രി അല്ലായിരുന്നോ മാഡത്തിന്റെ? മാഡം, ഇത് നമ്മുടെ മേയർ സുസ്മിത. പറഞ്ഞു വരുമ്പോ എന്റെ ഭാര്യയായിട്ട് വരും കേട്ടോ. മേയർ ഇത്രയേ ഉള്ളൂ ഇപ്പോഴും നീയെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ. മേയർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇദ്ദേഹമാണ് മാഡം അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ്. അവക്ക് സിവിൽ സർവീസ് അല്ല, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ലിസ്റ്റിൽ പോലും ഒരു സർക്കാർ ജോലി സ്വപ്നം കാണാൻ പറ്റില്ല. ഞാൻ ശാലിനി വിഷ്ണു. നമുക്ക് വിശദമായൊന്ന് കാണേണ്ടി വരും ACP. എന്താ, റെഡിയല്ലേ? യെസ് മാഡം. മേയർ ഇവിടെങ്ങും അല്ലാന്ന് തോന്നുന്നു. അല്ല, ശരീരം ഇവിടെയും
മനസ്സ് മറ്റെവിടെയോ വെച്ചിരിക്കുന്നത് പോലെ. ജനങ്ങളെ സേവിക്കാനുള്ള പുതിയ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കായിരുന്നു മാഡം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മൊത്ത ശ്രദ്ധ സാധുജന പരിപാലനത്തിലാ. അതെ സേവിച്ച് ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 3 കേസ് കയ്യിലുണ്ട് കേട്ടോ. മേയർ സേവിക്കട്ടെ ജഗദീപേ. ജനസേവനത്തിന് ആര് താല്പര്യം കാണിച്ചാലും നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. സുസ്മിതെ, മാലയിട്ട് കളക്ടർ മാഡത്തിനെ സ്വീകരിക്കേ. കളക്ടർ മാഡത്തിനെ സ്വീകരിക്കാൻ വേണ്ടിട്ടല്ലേ നീ മാലയൊക്കെ വാങ്ങിച്ചോണ്ടെന്ന്? അതങ്ങോട്ട് ഇട്ടു കൊടുക്ക്. മടിച്ച് നിൽക്കാതെ അങ്ങോട്ട് ഇട് സുസ്മിതെ. കല്യാണം കഴിക്കാണെന്നല്ലോ പറഞ്ഞ, കളക്ടർ മാഡത്തിനെ സ്വീകരിക്കാനല്ലേ പറഞ്ഞ്. ഏറ്റില്ല. വെൽക്കം ടു അവർ സെക്കൻഡ് സീസൺ കളക്ടർ മാഡം. അതിന് നമ്മുടെ ഫസ്റ്റ് സീസണിന്റെ ക്ലൈമാക്സ് ഇതുവരെ ആയില്ലല്ലോ മേയറെ. പൂക്കളാണ്. മാഡത്തിന്റെ കഴുത്തിലെ ഹാരത്തെക്കുറിച്ച് പറഞ്ഞതാ. സൗന്ദര്യവും സുഗന്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസത്തേക്ക് എല്ലാവരും ഇത് ശ്രദ്ധിക്കും. പിറ്റേന്ന് വാടും. ചീഞ്ഞും ദുർഗന്ധം വമിച്ചു തുടങ്ങുമ്പോ ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയാനുള്ളതാ. സുസ്മിതേ, കഴുതയ്ക്ക് 33, കുതിരയ്ക്കും കുരങ്ങിനും 30. ഓരോന്നിന്റെയും ആയുസിന്റെ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞതാ. സിംഹത്തിന് കിട്ടുന്നത് വെറും 12 വർഷമാ. പക്ഷേ 12 ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി സിംഹക്കുട്ടി തന്നെയാ. എനിക്ക് ഒരു ദിവസം തികച്ചു വേണ്ട, ഒരു ഒറ്റ മണിക്കൂർ മതി. മൊത്തം വെടിപ്പാക്കി കാണിച്ചു തരാം ഞാൻ. അതിനുശേഷം നമ്മൾ കാണും, കണ്ടിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.